അതെ, ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നാളത്തെ നിങ്ങളെ സമ്പത്ത്. വില ഉള്ളത് വിലക്കുറവിൽ കിട്ടുമ്പോൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 2 നില വീടും ഒരു 6.5 സെന്റ് സ്ഥലവും വെറും 19 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീട് കാണാൻ പോവല്ലേ. അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ചുറ്റുപാടും അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ കണ്ടിട്ടോ, അയൽവാസികളെല്ലാം ആയിട്ട്. അപ്പോൾ നമുക്ക് വീട് കാണാൻ പോണതിന് മുന്നേ ഇങ്ങോട്ട് വേറൊരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ഈ സ്ഥലത്തിന്റെ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങൾ ഓണർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓണർ നമ്പറിൽ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യട്ടോ. ഓണർ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മേലെ കാണുന്ന നമ്മളെ സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റിന്റെ നമ്പറാണ്. നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ. അതായത് വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതെ. അപ്പോൾ നമുക്ക് ആ വീട് ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പോൾ നമുക്ക് വീട് കാണാം. വരും, നമുക്ക് വീട് കാണാം കേട്ടോ. വരി. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് കയറി വരും. ഇതാണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ സിറ്റ് ഔട്ട് തന്നെയാണ്. നമ്മളെ വീടിന് കുറച്ച് പണി ബാക്കി ബാലൻസ് ഉണ്ട് കേട്ടോ. നിലമൊക്കെ ഒന്ന് ടൈലിടാനുണ്ട്, അതുപോലെ ഒന്ന് പെയിൻറ്റ് അടിക്കാനും ഉണ്ട്. അങ്ങനെ കുറച്ച് പണി ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഫുള്ള് ഷീറ്റ് ഇട്ടേക്കണതാണ് കേട്ടോ നിലത്ത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ യേശുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 റൂമും മേലെ 2 റൂമാണ് വരുന്നത്. അപ്പം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ റൂമുള്ളത് കേട്ടോ. അതിപ്പോൾ ഒരു ഓഫീസ് റൂം പോലെ അങ്ങനെ ആക്കിയേക്കാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം. നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. നമ്മൾ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം ഒരു 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. വീടിന് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല രീതിയിലാണ് നമ്മൾ ഈ ഒരു വീടിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട് എന്താ പറയുക, വിൽക്കാൻ വേണ്ടിയിട്ട് പണിതല്ല, പിന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പണിതാണ്. ഈ സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ടാവുമ്പോൾ ആ സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. ഇപ്പോൾ നിലവിൽ വലിയൊരു കട്ടിൽ ഒരു അലമാര ഇട്ടിട്ട് വന്നിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമിന്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമിൽ. ഇനി വരും നമുക്ക് അകത്തോട്ടും കൂടി ഒന്ന് പോയൊക്കല്ലേ. മൊത്തം ഡീറ്റെയിൽ ആണ് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് അല്ലേ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഫുള്ള് നമ്മൾ ഓരോ മുക്കും മൂലം സംഭവങ്ങൾ മൊത്തം നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലേ. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഹാളിലാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് ഹാളാണെങ്കിലും വലിയ ഹാൾ തന്നെയാണ്. ഫ്രണ്ടിലോട്ട് ഈ ഭാഗത്തോട്ട് ഒരു 2 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ സോഫ സെറ്റിന്റെ ഇടാൻ സൗകര്യത്തിനുള്ള അത്രയും സ്പേസ് നമുക്ക് ഹാളിലുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ മുകളിലോട്ടുള്ള സ്റ്റെയർ നമുക്ക് ഹാളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം ഇതാ ഈ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. ഇനി ഈ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഈ റൂമിലോട്ട് വരാനുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വലിയ റൂം തന്നെയാണ്. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റാക്കെല്ലാം ഉണ്ട്. ഈ ഒരു വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കും അല്ലേ. നല്ലൊരു വീട് തന്നെയാണ് അല്ലേ. നല്ല വീടാണ്. ചെറിയ വിലയല്ലേ ഓണർ ചോദിക്കുന്നുള്ളൂ. അതെ, ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടൊന്ന് സെറ്റ് ആക്കട്ടോ. അപ്പോൾ നിലവിൽ അവിടെ ഒരു വാഷ് ബേസിനെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മട്ടന്മാർക്ക് നിങ്ങളെ ഐഡിയമാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കട്ടോ. ഇനി വരെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയാണ്. അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ഈ ഭാഗത്തുള്ള പൊടികളെല്ലാം വെക്കാനുള്ള ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വെക്കാനുള്ള വലിയ ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവെല്ലാം വെക്കാനുള്ള പാതകമെല്ലാം ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭിത്തിയിലെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള സ്വിച്ച് ബോർഡെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം അകത്ത് തന്നെ വെക്കാനുള്ള സൗകര്യം. എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഈ ഒരു വീടിന്റെ. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ കുറച്ച് പണി ബാക്കിയുള്ളത് പറഞ്ഞാൽ നിലം നന്നാക്കലും ഈ പെയിന്റ് അടിക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് ഇനി വർക്ക് ഏരിയയ്ക്കും കൂടി ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വിറകടുപ്പെല്ലാം ഉണ്ട്. പുറത്ത് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാ വിറകടുപ്പുണ്ട്. പിന്നെ ഇവിടെ പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യത്തിന് സിങ്കും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടെയും പാത്രമെല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ റാക്കെല്ലാം ഉണ്ട്. ഈ ഭാഗത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ ഭാഗത്ത് ഗ്രില്ല് ആക്കിയിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ഒരു ഷെൽഫ് ആക്കിയിട്ടുണ്ട്. മേലെ വലിയൊരു ഷെൽഫ് വേറെ, റാക്ക് വേറെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടി ഉണ്ട്. ഇതാ ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം ആട്ടോ, അത്യാവശ്യം വലിയതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീടിന്റെ താഴത്തു നിന്നുള്ള സൗകര്യം കേട്ടോ. ഇനി നമുക്ക് കാണേണ്ട മേലെ പോയിട്ട് മേലത്തെ റൂമൊക്കെ ഒന്ന് കാണണം. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. നമുക്ക് തേർത്തല്ലി ടൗണിലോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് മേരിഗിരി ചർച്ച് നമുക്ക് ഇവിടെ തേർത്തല്ലിയിലുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തേർത്തല്ലി ടൗണിൽ നിന്ന് നടക്കാനുള്ള ദൂരം.
പിന്നെ നമുക്ക് ഇനി പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ തേർത്തല്ലി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് രേറോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയും സ്കൂൾ സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതും തേർത്തല്ലിയിലുണ്ട്. ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമുക്കിവിടെ തേർത്തല്ലി തന്നെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരി, നമുക്ക് മേലത്തെ സൗകര്യം കൂടി ഒന്ന് കാണട്ടോ. ഇവിടെ നമുക്ക് 2 റൂം തന്നെയാണുള്ളത്, മൊത്തം 4 ബെഡ്റൂമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഹാളാണ് കേട്ടോ. മുമ്പ് ഇവിടെ വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അതായത് താഴെ അവർ താമസിച്ചിട്ട് മുകളിൽ ഇവർ വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്കും കൊടുക്കാം അല്ലേ? അങ്ങനെയും ചെയ്യാം. ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടാൽ ഇപ്പോൾ എല്ലാം മേടിച്ചിട്ട് താഴെ മേലെയും വാടകയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ മേലത്തെ ആദ്യത്തെ റൂമാണ്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ബാത്റൂമൊക്കെ നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ. ഈ റൂം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയറിങ് പ്ലംബിങ് എന്ന് വേണ്ട എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ്. വീടിന് ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് ക്ലിയർ ആയിട്ട് തന്നെ നോക്കിക്കോളി. അതെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് ഇവിടെയാണ് നമുക്ക് 2ാമത്തെ റൂമുള്ളത് കേട്ടോ. ഈ റൂം ഇപ്പോൾ കണ്ട പോലെ തന്നെ എല്ലാം ഒരേപോലെ വലിയ റൂമുകളാണ്, നല്ല സൗകര്യമുള്ള റൂമുകളാണ്. റാക്കുണ്ട്, ഷെൽഫുണ്ട്, റൂഫൊക്കെ. ഒറ്റപ്പണി നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ ഒറ്റപ്പണി മാത്രമേ ബാക്കിയുള്ളൂ. ടൈലിടുക, നല്ല കളർ പെയിന്റ് അടിച്ചാൽ മതി. അത്ര മാത്രം പണി ബാക്കിയുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരും, നമുക്ക് ഇനി പുറത്തോട്ടും എല്ലാ റൂമിനും കണ്ടില്ല നല്ല എന്താ പറയുക സ്വിച്ചും എല്ലാ വയറിങ് പ്ലംബിങ് എന്ന് വേണ്ട എല്ലാ പണിയും കഴിഞ്ഞുള്ളതാണ്. ഇവിടെ ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് അല്ലേ? ഇത് വലിയൊരു ഹാളാണ്. അവരിപ്പോൾ ഇവിടെ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇതിപ്പോ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിച്ചണും ഹാളും ആയിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേർതിരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരും, നമ്മൾ റൂം ഇങ്ങോട്ട് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തുണിയൊക്കെ വിരിക്കാനുള്ള അതിനുള്ള സൗകര്യം ഉണ്ട്. ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട് അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു റൂം ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള സ്റ്റെയർ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാ വേറെ ഫാമിലി താമസിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി വരാനുള്ള സ്റ്റെയർ എല്ലാം ആക്കിയിട്ടുണ്ട്. താഴെ നമ്മൾ താമസിച്ചിട്ട് മേലെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അത്യാവശ്യം നല്ല കാറ്റ് ഉണ്ട് അല്ലേ? നല്ല കാറ്റ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് നടപ്പ് വഴിയാണുള്ളത്. ഇതാണ് ഇതുവരെ ആ ഒരു ഇത് കണ്ടല്ലോ നിങ്ങള്. വീടിന്റെ ഫ്രണ്ട് വരെ നമുക്ക് ഇപ്പൊ നിലവിൽ അവിടെ വരെ റോഡ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ഇത്ര കുറച്ച് മാത്രമേ ഉള്ളൂ. അതെ, നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോഡ് മേടിക്കുകയും ചെയ്യാം അല്ലേ? അപ്പൊ ഇനി നമുക്ക് അപ്പുറ സൈഡും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ സൈഡും കൂടി ഒന്ന് പോയി കാണാം. കണ്ണൂരിനൊക്കെ വരാണ്ടെങ്കിൽ ഏകദേശം 47 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മേലെ 2 റൂമും കൂടി എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അടുത്തൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ് കേട്ടോ. നല്ലൊരു ഏരിയ ആണ്, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അയൽവാസികളൊക്കെ ആയിട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങോട്ട് മൊത്തത്തിൽ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളാണ്. നല്ലൊരു ഏരിയ തന്നെയാണ്. അപ്പൊ വിലക്കുറവിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിടാൻ നോക്കിക്കോളി. കൈവിട്ട് പോണതിന് മുന്നേ സ്വന്താക്കാൻ നോക്കിക്കോളി. ഇത്രയും നല്ല ചെറിയ പൈസക്ക് ഇത്രയും വലിയൊരു വീട് കിട്ടുക ചെറിയ വിലയാണ് ചോദിക്കുന്നുള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം വിളിച്ചോളി. നിങ്ങളെ അറിവിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ മേടിക്കാനൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അവർക്കൊന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ടല്ലേ? അതെ. നമുക്ക് താഴെ പോയിട്ട് താഴത്തെ സൗകര്യം മിറ്റവും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പാപ്പോയൊക്കെ പുറത്തോട്ട് വീടൊന്നും കൂടി നോക്കിക്കോളിട്ടോ. ചങ്ക നമ്മള് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ല. ഇനി വരും വെള്ളത്തിന്റെ സൗകര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പൊ നിലവിൽ ബോർവെല്ലാണ് നമുക്കുള്ളത് കേട്ടോ. നമുക്ക് മിറ്റൊക്കെ അത്യാവശ്യം നല്ല മിറ്റെല്ലാം ഉണ്ട്. ബോർവെല്ല് ഇവിടെയാണ് വരുന്നത് നമുക്ക് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ബോർവെല്ലെല്ലാം ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യമോ ക്ഷാമോ ഇല്ല കേട്ടോ. ഫുൾ ടൈം വെള്ളം ഉണ്ടാവും, വെള്ളത്തിന് പറ്റൊന്നുമില്ല. ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മൊത്തം 6.5 സെന്റ് സ്ഥലമാണ്. അതെ, മൊത്തം 6.5 സെന്റ് സ്ഥലമാണ്. വേണേൽ നമുക്ക് ഈ സൈഡ് വഴിയെല്ലാം കപ്പയോ ചേനയോ ചേമ്പോ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികളെല്ലാം നടാം, ചെടികളെല്ലാം നടാം. പിന്നെ അതിരുവഴി ഇതേപോലെ പ്ലാവെല്ലാം ഉണ്ട് കേട്ടോ. അതിലെല്ലാം ഫുള്ള് ഇതേപോലെ കെട്ടി ബൗണ്ടറി എല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ്. നമ്മൾ അതിൽ മൊത്തം ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ്. അതെ, കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട്, വെള്ളത്തിന്റെ സൗകര്യത്തിന് പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ കുരുമുളകിന്റെ കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മരത്തെ കൂടെ അല്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടോട്ടാണെങ്കിലും ആത്തച്ചക്കേൻ്റെ മരം എല്ലാം ഉണ്ട്. ബാക്ക് സൈഡിലോട്ടാണെങ്കിലും മിറ്റം അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തോട്ടെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തെങ്ങെല്ലാം ഉണ്ട്. ഇപ്പോൾ കായ്ക്കുന്ന തെങ്ങുണ്ട്. പിന്നെ ഇങ്ങോട്ടാണെങ്കിലും ഈ സൈഡിലോട്ടാണെങ്കിലും അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് വീടുകളെല്ലാം ഉണ്ട്. ഈ അതിരുവഴി ആണെങ്കിലും ഇതേപോലെ പ്ലാവ് പോലത്തെ മഹാഗണി പോലുള്ള മരങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ അതാണ് നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള അതിര് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് വീടുകളുണ്ടല്ലേ അടുത്തൊക്കെ. പേടിക്കാനൊന്നുമില്ല, അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളുടെ ഭാഗത്തും. അപ്പോൾ നമ്മളെ വീടിന്റെ സ്ഥലം നമുക്ക് വേറെ കാര്യമുണ്ട്, പഞ്ചായത്ത് വെള്ളത്തിന്റെ കണക്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിന്റെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിലെല്ലാം ഫുള്ള് ഈ മഹാഗണിയൊക്കെ നമ്മളെ ഇതിൽ പെട്ടത്, ഇത് ആ കാണുന്നത് ഒക്കെ ഇതിനകത്ത് പെട്ടതാണ്. അതെ, ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെയർ കേസ് ഉണ്ട് പറഞ്ഞത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അല്ലേ, അതിന് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ താഴെ നമ്മൾ താമസിച്ചിട്ട് മേലെ വേറെ ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ. വീടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് പോകുന്നോളി. നമ്മൾ തേർത്തല്ലി ടൗണിൽ നിന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 6.5 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂമുള്ള അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 19 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും മടിച്ച് നിൽക്കാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പോകുന്നോളി കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഓണറുടെ നമ്പർ, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് കാര്യങ്ങൾ അറിയാൻ ഓണറെ തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ കുറഞ്ഞ വിലക്ക് ഇത് നമുക്ക് ഈ ഒരു പ്ലോട്ട് വാടകയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് പറ്റുക അല്ലേ. മാസം വാടക കൊടുത്ത് കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ പ്ലോട്ടാണ്. ചെറിയ രീതിയിൽ 19 ലക്ഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതേപോലെ വാടകയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വീടൊക്കെ മേടിച്ച് താമസിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.